Hi, welcome to Lash Class. BA English third semester Language in ആക്ഷനിലെ മീഡിയ ആസ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. കനേഡിയൻ ഫിലോസഫറും മീഡിയ തിയറിസ്റ്റുമായിട്ടുള്ള മാർഷൽ മക്ലൂഹൻ എഴുതിയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഫിലോസഫർ ആയതുകൊണ്ട് തന്നെ വളരെ അഫോറിസംസും അതുപോലെ തന്നെ മെറ്റഫേഴ്സും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഒരുപാട് എക്സ്പ്ലനേഷനും ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ സ്പേസ് വരുന്ന രീതിയിലാണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ സെൻട്രൽ തിസീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയാവുന്ന രീതിയിലാണ് ഈ സമ്മറി തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കാം. Media as Translators is a chapter from Canadian philosopher and media theorist Marshall McLuhan's Understanding Media, The Extensions of Man. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാർഷൽ മക്ലൂഹൻ്റെ ഒരു ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ചാപ്റ്ററാണ് ഈ ആർട്ടിക്കിൾ. He argues that media function as extensions of human perception and that they translate our experiences into new forms. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് മീഡിയാസ് നമ്മുടെ പെർസെപ്ഷൻ്റെ എക്സ്റ്റൻഷൻസ് ആണ്. അതായത് നമ്മുടെ ഈ കാഴ്ച, കേൾവി അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമ്മുടെ ഒരു എക്സ്പീരിയൻസിനെ തന്നെ, നമ്മുടെ അനുഭവങ്ങളെ തന്നെ മാറ്റുന്ന തരത്തിലുള്ള ഇൻഫ്ലുവൻസ് മീഡിയയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ആർഗ്യുമെൻ്റായിട്ട് അദ്ദേഹം പറയുന്നത്. ഹി ബിഗിൻസ് വിത്ത് ഒബ്സർവേഷൻസ് ഫ്രം സൈക്കാട്രി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പോയിന്റ് അദ്ദേഹം സൈക്കാട്രിയിൽ നിന്നുള്ള കുറച്ച് ഒബ്സർവേഷൻസ് അവതരിപ്പിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഹി നോട്ട്സ് ദാറ്റ് ന്യൂറോട്ടിക് ചിൽഡ്രൻ ഓഫ്റ്റൻ ലൂസ് ദെയർ സിംപ്റ്റംസ് വൈൽ സ്പീക്കിംഗ് ഓൺ ദ ടെലിഫോൺ ആൻഡ് സ്റ്റട്ടറേഴ്സ് മേ സ്റ്റോപ്പ് സ്റ്റട്ടറിങ് വെൻ സ്വിച്ചിങ് ടു എ ഫോറിൻ ലാംഗ്വേജ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈക്കാട്രിയിൽ നിന്നുള്ള നിരീക്ഷണം എന്ന് പറയുന്നത് ന്യൂറോട്ടിക് ആയിട്ടുള്ള ചിൽഡ്രൻ, അതായത് സംസാരിക്കാൻ പ്രയാസമൊക്കെ അനുഭവപ്പെടുന്ന കുട്ടികൾ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും പ്രകടിപ്പിക്കാറില്ല. അതുപോലെ തന്നെ സ്റ്റട്ടറേഴ്സ്, സംസാരിക്കുമ്പോൾ വിക്ക് പോലുള്ള പ്രശ്നങ്ങളൊക്കെയുള്ള ആളുകൾ ഫോറിൻ ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജിൽ സംസാരിക്കുന്ന സമയത്ത് അത്തരം പ്രശ്നങ്ങളൊന്നും അവർ കാണിക്കാറില്ല. These shifts show that a change in medium can lead to a change in internal experience. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ മീഡിയം മാറുന്ന സമയത്ത് നമ്മുടെ ഇന്നർ എക്സ്പീരിയൻസ് കൂടി മാറുന്നുണ്ട് എന്ന രീതിയിലാണ്. ഇത് നമുക്കും അനുഭവമുള്ള കാര്യമാണ്. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കുന്ന ഒരു രംഗവും അതുപോലെ തന്നെ നമ്മൾ അവരോട് നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ഒരു രംഗവും സങ്കല്പിച്ച് നോക്കിയാൽ മതി. അപ്പോൾ പല ആളുകൾക്ക് അനുഭവപ്പെടുന്ന കാര്യമാണ്. ചില ആളുകൾക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് അവർ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, അവർക്ക് നന്നായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. പക്ഷെ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന സമയത്ത് അവർക്കൊരു പക്ഷേ അത്ര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ സാധിക്കില്ല. ഇനി ചില ആളുകൾക്ക് ഇത് തിരിച്ചായിരിക്കും ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ നേരിട്ട് സംസാരിക്കുന്നതും ഫോണിൽ സംസാരിക്കുന്നതും ഒക്കെ വ്യത്യസ്ത അനുഭവങ്ങളായിട്ട് നമുക്ക് പരിചയമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. നമ്മൾ ഏത് മീഡിയത്തിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ഇന്നർ എക്സ്പീരിയൻസ് കൂടി മാറുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. This suggests that technologies are not neutral tools but ways of translating experience from one mode to another. അപ്പോൾ ഈ ഒരു പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് ടെക്നോളജീസ് എന്ന് പറയുന്നത് ടൂൾസ് മാത്രമല്ല, നമ്മുടെ ഇന്നർ എക്സ്പീരിയൻസ് കൂടി ഈ ടെക്നോളജി മൂലം ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. നമ്മൾ നേരത്തെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിരുന്നു, നമുക്ക് തന്നെ മെസ്സേജ് അയച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടോ ഒരാളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള അനുഭവങ്ങളായിട്ട് അനുഭവിക്കാൻ കഴിയുന്നത്. ചിലത് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും, ചിലത് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല എന്നുള്ളതൊക്കെ നമുക്ക് തന്നെ അറിയുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ടെക്നോളജി എന്ന് പറയുന്നതും മീഡിയ എന്ന് പറയുന്നതും നമ്മുടെ ഒരു ഇന്നർ എക്സ്പീരിയൻസിനെ കൂടി ചേഞ്ച് ചെയ്യുന്ന ഒരു എലിമെൻ്റ് ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. മക്ലൂഹൻ ആർഗ്യൂസ് ദാറ്റ് വാട്ട് വി കോൾ മെക്കാനൈസേഷൻ is a process of translating both nature and human nature into amplified specialized forms. പിന്നീട് അദ്ദേഹം പറയുന്നത് നമ്മൾ ഈ ടെക്നോളജി അല്ലെങ്കിൽ ഈ മെക്കാനൈസേഷൻ എന്നെല്ലാം പറയുന്നത് ഈ നേച്ചറിനെ അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചറിനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യുന്നത് പോലെയോ എന്ന രീതിയിലാണ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് നമ്മുടെ ഈ എയ്റോപ്ലെയിൻ പോലുള്ള ഈ ടെക്നോളജി എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കറിയാം പക്ഷികളൊക്കെ പറക്കുന്നുണ്ട്. അതിനെ കോപ്പി ചെയ്യാനുള്ള മനുഷ്യരുടെ ഒരു ശ്രമത്തിൽ നിന്നാണ് ഈ എയ്റോപ്ലെയിൻ ഉണ്ടായതെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ മനുഷ്യരുടെ ഈ ടെക്നോളജീസ് എല്ലാം തന്നെ മനുഷ്യർ പ്രകൃതിയിൽ
കാണുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചറിൽ തന്നെ കാണുന്ന കാര്യങ്ങളോ ആംപ്ലിഫൈ ചെയ്ത് അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗം എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. He uses the phrase, "What bird has done yesterday, man may do next year," to emphasize that technology often imitates or extends the natural processes. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ഈ ബേർഡ്സും എയ്റോപ്ലെയിനും തമ്മിലുള്ള ഈ ഒരു കണക്ഷനിൽ നിന്ന് ഇങ്ങനെ പറക്കാം എന്നുള്ളൊരു ആശയം മനുഷ്യന് ലഭിക്കുന്നത് പക്ഷികൾ പറക്കുന്ന കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ അത് കാണുന്ന സമയത്താണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ പല ടെക്നോളജീസും അതുപോലെ തന്നെ മെക്കാനൈസേഷനും എല്ലാം തന്നെ നേച്ചറിൻ്റെയും ഹ്യൂമൻ നേച്ചറിൻ്റെയും ഒരു ട്രാൻസ്ലേഷനോ അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷനോ ആണെന്ന് അദ്ദേഹം പറയുന്നു. McLuhan explains the continuous technological advancement through Robert Browning's line, "A man's reach must exceed his grasp," or what is a metaphor. പിന്നീട് അദ്ദേഹം നമ്മുടെ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, നമുക്കറിയാം ഹ്യൂമൻ ടെക്നോളജി ഇങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ അദ്ദേഹം ഈ ഹ്യൂമൻ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. "എ മാൻസ് റീച്ച് മസ്റ്റ് എക്സീഡ് ഈസ് ഗ്രാസ്പ്" എന്നുള്ള റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ പോയട്രി എന്നുള്ള ലൈനാണ് അദ്ദേഹം പറയുന്നത്. അതായത് മനുഷ്യരെപ്പോഴും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യത്തിൻ്റെ അപ്പുറത്തേക്ക് കൈ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന രീതിയിൽ അദ്ദേഹം പറയുന്നു. It suggests that technology is about stretching beyond what is immediately at hand. അപ്പോൾ നിലവിൽ നമുക്ക് സാധ്യമായിട്ടുള്ള കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് ചിന്തിച്ചുകൊണ്ട് അതുകൂടി പ്രാവർത്തികമാക്കാനുള്ള മനുഷ്യരുടെ ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹ്യൂമൻ ടെക്നോളജി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. He argues that all media are metaphors in the sense that they translate and transform experience. പിന്നീട് അദ്ദേഹം പറയുന്നത് എല്ലാ മീഡിയയും മെറ്റഫേഴ്സ് ആണ് എന്ന രീതിയിലാണ്. കാരണം അവ നമ്മുടെ എക്സ്പീരിയൻസിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു. മെറ്റഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പോയട്രിയിലൊക്കെ പഠിക്കുന്നതാണ്, ഒരു കാര്യത്തെ നേരിട്ട് അവതരിപ്പിക്കുന്നതിന് പകരം സിംബോളിക്കായിട്ട് വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മീഡിയ എല്ലാം ചെയ്യുന്നത് നമ്മുടെ എക്സ്പീരിയൻസിനെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു, നമ്മൾ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോഴും നേരിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാ മീഡിയയും നമ്മുടെ എക്സ്പീരിയൻസിനെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്ന മെറ്റഫേഴ്സ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദ ഫസ്റ്റ് സച്ച് മീഡിയം വാസ് സ്പോക്കൺ ലാംഗ്വേജ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മെസ്സേജുകളെ അല്ലെങ്കിൽ ഫോൺ കോളുകളെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യത്തെ മീഡിയം അല്ലെങ്കിൽ ടെക്നോളജി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് നമ്മുടെ ലാംഗ്വേജ് തന്നെയാണ്. കാരണം മനുഷ്യർ ആദ്യമായിട്ട് വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ നമ്മുടെ ഫീലിങ്സ് എല്ലാം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം നമുക്ക് ഉണ്ടാകുന്നത്. Words are metaphorical systems that turn sense experience into outward shareable forms. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ മനസ്സിനകത്തുള്ള ചിന്തകളാണെങ്കിലും ആശയങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അത്തരത്തിൽ ലാംഗ്വേജ് ആണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ മീഡിയ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. ലാംഗ്വേജ് ദസ് ഫങ്ഷൻസ് ആസ് എ ടെക്നോളജി ഓഫ് എക്സ്പ്ലിസിറ്റ്നെസ്. അത്തരത്തിൽ അദ്ദേഹം പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ടെക്നോളജി ഓഫ് എക്സ്പ്ലിസിറ്റ്നെസ് എന്ന രീതിയിലാണ്. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പുറമേക്ക് പ്രദർശിപ്പിക്കുക, എക്സ്പ്രസ് ചെയ്യുക എന്ന രീതിയിലാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനകത്തുള്ള ആശയങ്ങളോ ചിന്തകളോ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സോ ഒക്കെ തന്നെയും നമുക്ക് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി പോലെയാണ് നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. He explains with the examples of everyday speech expressions and money that all media are essentially metaphors. ഇനി നമ്മൾ നേരത്തെ ഈ മെസ്സേജിൻ്റെയും അതുപോലത്തെ ഫോൺ കോളിൻ്റെയൊക്കെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതുകൂടാതെ തന്നെ ലാംഗ്വേജ് തന്നെ ഇത്തരത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ അല്ലെങ്കിൽ ടെക്നോളജിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതുപോലെ എല്ലാ മീഡിയയും മെറ്റഫേഴ്സ് ആണ് എന്നുള്ളതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് എവറിഡേ സ്പീച്ച് എക്സ്പ്രഷൻസ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ വരുന്നത്, നമ്മളെ ഒരാൾ ഒരു സ്ഥലത്തേക്ക് ഇൻവൈറ്റ് ചെയ്തു, നമുക്ക് പോകാൻ താല്പര്യമില്ല. പലപ്പോഴും നമ്മൾ നേരിട്ട് അയാളോട് നമുക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു ഇൻവിറ്റേഷൻ നമ്മൾ നിരസിക്കുന്നത്. അതുപോലെ തന്നെ മണി എന്നുള്ളൊരു എക്സാമ്പിൾ, പണം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു സിമ്പലായിട്ടാണ്. വേറെ രൂപത്തിലേക്ക് നമ്മുടെ അധ്വാനം മാറ്റപ്പെട്ടതുപോലെയാണ് നമ്മൾ പണത്തിനെ കണക്കാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള മീഡിയയും ഒരു തരത്തിൽ ഒരു കാര്യത്തിൻ്റെ രൂപം വേറെ രൂപത്തിൽ മാറ്റുന്ന മെറ്റഫേഴ്സ് പോലെയാണെന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. In the electric age, McLuhan argues, we are being increasingly translated into information.
ഇനി ഇലക്ട്രോണിക് മീഡിയയുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ഇൻഫോർമേഷൻസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് അദ്ദേഹം പറയുന്നു. നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കും. ഒന്ന്, ഈ സോഷ്യൽ മീഡിയയുടെയും മറ്റൊക്കെ ഉപയോഗത്തിലൂടെ ഓരോ ആളുകളും എപ്പോഴും എവിടെയാണുള്ളത്, എന്താണ് അവർ ചെയ്യുന്നുള്ള കാര്യം സ്റ്റോറി ആയിട്ടും മറ്റുമായിട്ടൊക്കെ എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അതുകൂടാതെ തന്നെ ന്യൂസ് മീഡിയയിലൂടെ ലോകത്ത് ഓരോ നിമിഷവും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അതേ സമയത്ത് തന്നെ ലൈവായിട്ട് നമുക്ക് ആ ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ ഇങ്ങനെ ഇൻഫോർമേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഇലക്ട്രോണിക് മീഡിയയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു. He draws a sharp distinction between older and newer media. പിന്നീട് അദ്ദേഹം പഴയ കാലത്തെ മീഡിയയും പുതിയ കാലത്തെ മീഡിയയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. Earlier technologies were extensions of the physical body like hands, feet or skin. ആദ്യകാലത്തുള്ള മീഡിയ അല്ലെങ്കിൽ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എക്സ്റ്റൻഷൻസ് പോലെയാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് നമ്മുടെ കാലുകളുടെ എക്സ്റ്റൻഷനാണ് ചക്രങ്ങൾ നമുക്ക് പറയാം. നമ്മളൊരു വാഹനത്തിൽ പോകുന്ന സമയത്ത് വാഹനത്തിൻ്റെ ചക്രം എന്ന് പറയുന്നത് നമ്മുടെ കാലുകൾക്ക് പകരമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ടൂൾസ് ഉപയോഗിക്കുന്ന സമയത്ത്, ഒരു എക്സാമ്പിളായിട്ട് നമ്മളൊരു തോട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു മാങ്ങ പൊട്ടിക്കുകയെന്ന് വിചാരിക്കാം. ആ സമയത്ത് നമ്മുടെ കൈകൾക്ക് പകരം നമ്മുടെ കൈ എത്താത്തത് കൊണ്ടാണ് നമ്മൾ തോട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൈകൾ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് അവിടെ ആ ഒരു ടൂൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ നമ്മൾ വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയും ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ വസ്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് നമുക്ക് പറയാം. അപ്പോൾ ഇത്തരത്തിൽ ഈ ചക്രങ്ങളൊക്കെ നമ്മുടെ കാലുകളുടെ എക്സ്റ്റൻഷനായിട്ട് പ്രവർത്തിക്കുന്നത് പോലെ അതുപോലെ തന്നെ മറ്റ് ടൂൾസൊക്കെ നമ്മുടെ ഹാൻഡ്സിൻ്റെ കൈകളുടെയൊക്കെ എക്സ്റ്റൻഷനായിട്ട് പ്രവർത്തിക്കുന്നത് പോലെ ആദ്യകാല ടെക്നോളജീസ് എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ എക്സ്റ്റൻഷൻസ് ആണ് ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. Electric media, however, extend the central nervous system. എന്നാൽ ഇലക്ട്രിക് മീഡിയയ്ക്കകത്ത് സംഭവിക്കുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് അവിടെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നത്. കാരണം നമ്മൾ എന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത്, നമ്മൾ പറഞ്ഞു ലൈവായിട്ട് നമുക്ക് ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു, അറിയപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഇൻഫോർമേഷൻസ് കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഇലക്ട്രോണിക് മീഡിയ നമ്മുടെ പഴയകാല മീഡിയയെ പോലെയല്ല. ഇത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയാണ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ ാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു. They alter not just what we do, but how we think, making private consciousness insufficient and creating an external consensus. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിൽ മാത്രമല്ല ഇതിൽ മാറ്റം വരും, നമ്മളെങ്ങനെ ചിന്തിക്കുന്നു എന്നതിലും ഇതിൽ മാറ്റം വരുന്നു അദ്ദേഹം പറയുന്നു. അപ്പോൾ ആദ്യകാല ടെക്നോളജി നമ്മൾ പറഞ്ഞു, അതൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾസ് ആണെന്നുണ്ടെങ്കിൽ ഈ പുതിയ കാല ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ലൈവായിട്ട് ന്യൂസ് ചാനലിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയോ ഒക്കെ കൂടുതൽ ഇൻഫോർമേഷൻസ് നമ്മളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ബോധം എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പൊതുവായിട്ടുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരു പൊതുബോധം എന്നല്ല പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്, ഇപ്പോൾ ഒരു എലക്ഷൻ നടക്കുന്ന ദിവസമാണെന്ന് വിചാരിക്കാം. എലക്ഷൻ നടക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാ ന്യൂസ് ചാനലിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ മാത്രം ഉണ്ടാവുന്നത്, സോഷ്യൽ മീഡിയയിലും എല്ലാം അത് മാത്രം ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കറിയാം സമൂഹത്തിലുള്ള എല്ലാ ആളുകളുടെ മനസ്സിലും ഒരേ സമയത്ത് ഒരേ ചിന്ത തന്നെയാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യം, പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ ന്യൂസ് മീഡിയാസ് എല്ലാം 24 മണിക്കൂറും അത് തന്നെ കവറേജ് ചെയ്തുകൊണ്ട് അത് തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കാണുന്നതാണ് ഒരു സമൂഹത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളെല്ലാം തന്നെ ഒരേ സമയത്ത് ഒരേ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു മനസ്സ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു മനസ്സ് ഈ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് മീഡിയ മൂലം സൃഷ്ടിക്കപ്പെടുന്നു. ഈ കൂടുതൽ ഇൻഫോർമേഷൻസ് നമ്മളിലേക്ക് വരികയും അത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെ സ്വാധീനിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങളോ ദുരന്തങ്ങളോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് എല്ലാ മീഡിയാസും 24 മണിക്കൂർ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം നാട്ടിലുള്ള എല്ലാവരുടെയും അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിൽ ഒരേ സമയത്ത് ഒരേ ചിന്ത ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിൽ ഈ ഇലക്ട്രോണിക് മീഡിയ മൂലം എന്ത് സംഭവിക്കുന്നു, നമുക്ക് ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്, നമ്മുടെ മനസ്സ്, എല്ലാവരുടെയും മനസ്സെന്ന് പറയുന്നത് ഈ ഇൻഫോർമേഷനായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയയുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന രീതിയിലുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു.
ഹി ദെൻ ടോക്സ് അബൌട്ട് ദി എഫക്ട്സ് ഓഫ് ഓട്ടോമേഷൻ. അടുത്തതായിട്ട് അദ്ദേഹം ഓട്ടോമേഷൻ്റെ എഫക്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓട്ടോമേഷൻ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ടെക്നോളജിയും അതുപോലെ തന്നെ മെഷീൻസും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇലക്ട്രിക് ടെക്നോളജി അലൗസ് ഓൾ പ്രൊഡക്ഷൻസ് ടു ബിക്കം ഓട്ടോമേറ്റഡ്. നമ്മുടെ എല്ലാ പ്രൊഡക്ഷൻസും, നമ്മുടെ എല്ലാ നിർമ്മാണങ്ങളും, വസ്തുക്കൾ ഉണ്ടാക്കുന്ന എല്ലാ പ്രവൃത്തികളും തന്നെയും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമേഷനിലൂടെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുമെന്ന് അദ്ദേഹം പറയുന്നു. McLuhan states that the central human activity becomes learning and knowing, and wealth is generated through information rather than labor. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പിന്നെ മനുഷ്യർക്ക് ചെയ്യാനുണ്ടാവുന്ന കാര്യം എന്ന് പറയുന്നത് ലേണിങ്ങും നോവിങ്ങും മാത്രമായിരിക്കും. അതായത് ഈ ടെക്നോളജിയെ കുറിച്ചിട്ട് പഠിക്കാനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും മാത്രമായിരിക്കും മനുഷ്യർക്ക് ചെയ്യാനുണ്ടായിരിക്കുക. അതല്ലാതെ ജോലിയായിട്ട് മനുഷ്യർക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കാലഘട്ടത്തെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നു. ഇപ്പം തന്നെ നമ്മൾ പറയുന്നുണ്ട് AI ടെക്നോളജി അല്ലെങ്കിൽ AI-യുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും പഠിക്കണം, അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി ഭാവിയിലുള്ള വർക്കുകളൊക്കെ നടക്കുക എന്ന രീതിയിലൊക്കെയുള്ള ഡിസ്കഷൻസ് നടക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന ടെക്നോളജീസ് ഉണ്ടായിരിക്കും. ആ ടെക്നോളജി എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ള കാര്യങ്ങൾ പഠിക്കാൻ മാത്രമേ നമുക്കിനി ഉണ്ടാവുള്ളൂ. അങ്ങനൊരു കാലഘട്ടം വരുമെന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. The difficulty of the future may not be creating wealth but finding meaningful forms of employment. അപ്പോൾ ഭാവിയിൽ നമുക്ക് ഇനി ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കില്ല, മറിച്ച് നമുക്ക് മീനിങ് ഫുൾ ആയിട്ട് ചെയ്യാൻ ഒരു ജോലി ഉണ്ടാവില്ല. കാരണം എല്ലാ ജോലികളും ഇതുപോലെ ടെക്നോളജി കൊണ്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും വരിക എന്ന് അദ്ദേഹം പറയുന്നു. He defines applied knowledge as a long cultural effort to translate nature into human art. പിന്നീട് അദ്ദേഹം അപ്ലൈഡ് നോളജ് എന്നൊരു ടേമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇനി വരുന്ന ഓട്ടോമേഷൻ്റെ കാലഘട്ടത്തിൽ ഇൻഫോർമേഷൻസ് ലേണിംഗ് അല്ലാതെ മനുഷ്യർക്ക് വേറെ ഒന്നും ചെയ്യാനുണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു കണ്ടക്സ്റ്റിലാണ് അദ്ദേഹം ഈ അപ്ലൈഡ് നോളജിനെ കുറിച്ച് പറയുന്നത്. നേച്ചറിനെ ഹ്യൂമൻ ആർട്ടായിട്ടും ടെക്നോളജി ആയിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനെയാണ് അദ്ദേഹം അപ്ലൈഡ് നോളജ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഈ ബേർഡിൻ്റെ ഒരു ട്രാൻസ്ലേഷനാണ് എയ്റോപ്ലെയിൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ എല്ലാ ടെക്നോളജിയും ആർട്ടും തന്നെ നമ്മൾ നേച്ചറിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഈ ഒരു എഫേർട്സിനെയാണ് അദ്ദേഹം അപ്ലൈഡ് നോളജ് എന്ന് പറയുന്നത്. മക്ലൂഹൻ സജസ്റ്റ് ഷേക്സ്പിയർ ഓൾറെഡി ഇമാജിൻ ദി ഏജ് ഓഫ് ഓട്ടോമേഷൻ. പിന്നെ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഓട്ടോമേഷൻ്റെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഷേക്സ്പിയർ ഓൾറെഡി പറയുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. In As You Like It, the Forest of Arden functions as a symbolic world where everything is translatable into any form. ഷേക്സ്പിയറിൻ്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന വർക്കിനകത്ത് ഫോറസ്റ്റ് ഓഫ് ആർദൻ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഫോറസ്റ്റിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരുപാട് മരങ്ങളും അതുപോലെ തന്നെ പഴങ്ങളും അതുപോലെ തന്നെ നല്ല വെള്ളം ഒഴുകുന്ന പുഴകളൊക്കെയുള്ള ആർക്കും ഒരു ജോലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് ഷേക്സ്പിയർ അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം അത് പറയുന്നത് ഓട്ടോമേഷൻ്റെ ഒരു കാലഘട്ടത്തിലെ അവസ്ഥ പോലെയാണ്. നമുക്ക് ആർക്കും ഒന്നും ചെയ്യാനുണ്ടാവില്ല, എല്ലാം ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. McLuhan suggests that we are entering such an age with ടെക്നോളജി. അപ്പോൾ ടെക്നോളജി കൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. നേച്ചറിലുള്ള എന്തും നമ്മൾ പറഞ്ഞ ഒരു പക്ഷി പറക്കുന്നത് നമ്മൾ എയ്റോപ്ലെയിനായിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റ് എന്ത് കാര്യങ്ങളാണെങ്കിലും നേച്ചറിലുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചറിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിതുപോലെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഏത് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആർക്കും തന്നെ ഒരു ജോലിയും ചെയ്യേണ്ട സാഹചര്യം ഇല്ലാത്ത ഈ ലേണിംഗ് മാത്രം ചെയ്യേണ്ടി വരുന്ന എല്ലാം ഓട്ടോമേഷനിൽ നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുമെന്നൊക്കെ അദ്ദേഹം പറയുന്നു. He wants that too much information can be overwhelming. അപ്പോൾ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇനി ഇൻഫർമേഷൻസ് ആയിട്ട് വരുന്ന ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓവർവെൽമിംഗ് ആയിരിക്കും, നമുക്കത് ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് അദ്ദേഹം പറയുന്നു. He says that in such a scenario we might return to more primitive modes of coping. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നമ്മൾ പ്രിമിറ്റീവായിട്ട് അല്ലെങ്കിൽ പ്രാകൃതമായിട്ടുള്ള ഒരു രീതിയിലേക്ക് തിരിച്ചു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകാമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഒരു പോസിബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞത് എല്ലാം ഓട്ടോമേഷനായോട് വരുന്ന അങ്ങനത്തെ ഭയങ്കര ഫ്യൂച്ചർ ടെക്നോളജി ഉള്ളൊരു കാലഘട്ടമാണ്. പിന്നെ മറ്റൊരു പോസിബിലിറ്റി അദ്ദേഹം പറയുന്നത് ഈ ഒരു ഇൻഫോർമേഷൻ നമുക്ക് ഓവർവെൽമിംഗ് ആയിട്ട് നമ്മൾ പഴയതിലേക്ക് തിരിച്ചു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവാമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാവുന്നത് നിങ്ങളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, പല യൂറോപ്യൻസൊക്കെ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇവിടെ യോഗയോ അല്ലെങ്കിൽ ബുദ്ധിസമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള മാർഗത്തിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു മോഡേൺ ലൈഫിൻ്റെ ഈ ഒരു ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു പക്ഷേ ആ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് ആളുകൾ പോവാം എന്ന് അദ്ദേഹം പറയുന്നു. He compares tribal rituals and modern technology as distinct approaches to translate nature.
അപ്പോൾ ഈ ട്രൈബൽ റിച്വൽസും അതുപോലെ തന്നെ മോഡേൺ ടെക്നോളജിയും രണ്ടും ഈ നേച്ചറിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള എഫേർട്സ് ആണെന്ന് അദ്ദേഹം പറയുന്നു. ട്രൈബൽ റിച്വൽസ് എല്ലാം തന്നെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിൽ നേച്ചറിനെ അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മളിവിടെ എന്താണ് ഒരു ബേർഡിനെ കണ്ട് വിമാനം ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന പോലെ ടെക്നോളജിയുടെ രീതിയിൽ നേച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എല്ലാത്തിലും നടക്കുന്നത് നേച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണെന്ന രീതിയിൽ അദ്ദേഹം പറയുന്നു. ആസ് അവർ നെർവസ് സിസ്റ്റംസ് ആർ എക്സ്റ്റേണലൈസ്ഡ്, McLuhan imagines the next step, ട്രാൻസ്ഫറിങ് കോൺഷ്യസ്നെസ് ഇറ്റ്സെൽഫ് ഇൻ ടു കമ്പ്യൂട്ടർ സിസ്റ്റംസ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം എക്സ്റ്റേണലൈസ്ഡ് ആയി എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഈ ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രിക് മീഡിയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെ എല്ലാവരുടെ മനസ്സിലും ഇതുപോലെ ഒരേ സമയത്ത് ഒരേ കാര്യങ്ങൾ വരുന്നൊരു സിറ്റുവേഷൻ ഇപ്പോൾ തന്നെ ലോകത്തുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ് തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റംസിലേക്ക് മാറ്റുന്നൊരു കാലഘട്ടം ഉണ്ടാവുമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമുക്ക് പറയാവുന്നത് എലോൺ മസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പരീക്ഷണങ്ങളൊക്കെയാണ്. അദ്ദേഹം നമ്മുടെ ബ്രെയിനിലേക്ക് ചിപ്പ് ഘടിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ടെക്നോളജിയെ കുറിച്ചിട്ടൊക്കെ പറയുന്ന വാർത്തകൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ എന്താണ് നമ്മുടെ ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിൻ്റെ തന്നെ ഇതുപോലെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഭാവിയിൽ ഉണ്ടായേക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. If this happens, we may be able to program consciousness in such a way that it resists being numbed by distraction or illusion. അപ്പോൾ ഇങ്ങനെ സാധിക്കുമെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഇതുപോലെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ബോറടിയോ അല്ലെങ്കിൽ വിഷമമോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കത് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന രീതിയിൽ അദ്ദേഹം പറയുന്നു. He puts its advancement on the same scale as cities in earlier civilization, suggesting its potential to alter the course of humanity. അപ്പോൾ അദ്ദേഹം പറയുന്നു ആദ്യകാലത്തെ സിവിലൈസേഷൻസിൽ നമ്മൾ സിറ്റികൾ ഉണ്ടാക്കിയതുപോലെയാണ് മനുഷ്യവംശത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റുന്ന ഒരു ടെക്നോളജി ആയിട്ടത് മാറിയേക്കാം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പൊതുവിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കാണുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒന്ന് മീഡിയ എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റർ ആണെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ലാംഗ്വേജിൽ നിന്ന് വേറെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് ഒരു എക്സ്പീരിയൻസിനെ വേറൊരു ലെവലിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിരുന്നു. നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്തും ഫോൺ വിളിക്കുന്ന സമയത്തും നേരിട്ട് സംസാരിക്കുന്ന സമയത്തും വ്യത്യസ്ത രീതിയിലുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ മീഡിയ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈ ഇന്നർ എക്സ്പീരിയൻസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിരുന്നു. മറ്റൊരു പോയിന്റ് നമ്മൾ പറഞ്ഞത് ആദ്യകാല ടെക്നോളജീസ് എല്ലാം തന്നെ നമ്മുടെ ബോഡി പാർട്സിൻ്റെ എക്സ്റ്റൻഷൻസ് ആയിരുന്നു. ഇപ്പോൾ ചക്രം എന്ന് പറയുന്നത് കാലിൻ്റെ എക്സ്റ്റൻഷൻ ആണെന്ന് പറയുന്ന പോലെ ആദ്യ കാലഘട്ടത്തിൽ ടെക്നോളജീസ് എല്ലാം നമ്മുടെ ബോഡി പാർട്സിൻ്റെ എക്സ്റ്റൻഷൻസ് ആണെങ്കിൽ പുതിയ ഇലക്ട്രോണിക് മീഡിയയുടെ ടെക്നോളജീസ് എല്ലാം തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ നമ്മുടെ മനസ്സിൻ്റെ എക്സ്റ്റൻഷൻസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു. ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ എല്ലാം ഓട്ടോമേഷനിൽ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരിക്കും. അപ്പോൾ മനുഷ്യർക്ക് ഇൻഫർമേഷൻസ് പഠിക്കുന്ന ഒരു ജോലി മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. അൾട്ടിമേറ്റായിട്ട് അദ്ദേഹം പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എലോൺ മസ്കിൻ്റെ ചിപ്പിൻ്റെ പരീക്ഷണം എന്നൊക്കെ പറയുന്നത് പോലെ മനുഷ്യരുടെ മനസ്സ് തന്നെ ഇതുപോലെ പ്രോഗ്രാം ചെയ്യുന്ന രീതിയിലേക്ക് ഭാവിയിൽ ടെക്നോളജി വന്നേക്കാം എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ്സ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.